ഇഷ്ടം മാത്രം ഭാഗം 7. പല്ലവി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ മനസ്സ് നിറയെ ഗൗരിയുടെ പുച്ഛം നിറഞ്ഞ മുഖമായിരുന്നു. ഗ്യാസ് ഓൺ ചെയ്ത് ചായക്കുള്ള പാൽ അതിൽ വെച്ചു. ചായ ഉണ്ടാക്കി കപ്പിലേക്ക് പകർത്തുമ്പോഴാണ് ഗൗരി കയറി വന്നത്. ചായ ആയില്ലേ? അവൾ ഗൗരവത്തിൽ ചോദിച്ചപ്പോൾ അതേ ഗൗരവത്തോടെ പല്ലവിയും ഒന്ന് മൂളി. ചായക്കപ്പുമെടുത്ത് നടന്നു നീങ്ങാനൊരുങ്ങിയ അവളെ ഗൗരി തടഞ്ഞു. നിൽക്ക്, ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം, അവൾ പറഞ്ഞു. അത് വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം, ഗൗരിയോട് പറഞ്ഞുകൊണ്ട് ചായക്കപ്പുമായി പല്ലവി മുന്നോട്ട് നീങ്ങി. കപ്പ് വാങ്ങാൻ കൈനീട്ടിയ ഗൗരി നിരാശയോടെ കൈ പിൻവലിച്ചു. പിന്നെ നടന്നു പോകുന്ന പല്ലവിയെ ദേഷ്യത്തിൽ നോക്കി. പല്ലവി ചായയുമായി മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് മാധവിയുടെ വരവ്. ഇതാർക്കാ ഇപ്പോൾ ഒരു ചായ? സംശയത്തോടെ അവർ ചോദിച്ചു. അത് അമ്മായി, മഹിയേട്ടന് നല്ല തലവേദന, ചായ വേണമെന്ന് പറഞ്ഞിരുന്നു, പല്ലവിയെ പറയാൻ അനുവദിക്കാതെ ഗൗരി കയറി പറഞ്ഞു. അധികം സംസാരിക്കാൻ നിൽക്കാതെ പല്ലവി പോയി. എല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുക്കള നിറയെ ജോലിയായി പല്ലവിക്ക്. അവൾ ആകെയൊന്ന് നോക്കി. എല്ലാം തീരുമ്പോഴേക്കും തൻ്റെ പണിയൊരുങ്ങും, അവൾ മനസ്സിൽ വിചാരിച്ചു. അവൾ പാത്രങ്ങളിലുള്ള എച്ചിലുകൾ കളഞ്ഞുകൊണ്ട് പാത്രങ്ങൾ ഓരോന്നായി കഴുകി വെച്ചു. അപ്പോഴാണ് ഗൗരി അടുക്കളയിലെത്തിയത്. ഒരുപാട് ജോലികളുണ്ട് പല്ലവിക്ക് അടുക്കളയിൽ എന്ന് മനസ്സിലാക്കിയ ഗൗരി പതിയെ പിൻവാങ്ങി. ഗൗരി മഹിയുടെ മുറിയുടെ വാതിൽക്കലെത്തി. വാതിൽ ചാരിയിരിക്കുന്നു. അവൾ പതിയെ വാതിൽ തുറന്നു. മഹിയെ മുറിയിൽ കാണാനില്ല. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ കുളിക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായി. അവൾ മുറിയാകെ ഒന്ന് നോക്കി. താൻ കഴിയേണ്ട മുറിയായിരുന്നു. അവിടെ പല്ലവിയും മഹിയേട്ടനും കഴിയുന്ന കാര്യമോർത്തപ്പോൾ ദേഷ്യവും നിരാശയും തോന്നി. അവിടെ ഇരുന്ന മഹിയുടെ കല്യാണ ഫോട്ടോ അവൾ കയ്യിലെടുത്തു. ദേഷ്യം കൊണ്ടവൾ വിറച്ചുപോയി. പെട്ടെന്ന് കതക് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഫോട്ടോ അവിടെ തന്നെ വെച്ചു. ഹരി അവളെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഹി ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ അവൻ അവളെ കണ്ട് ഞെട്ടിപ്പോയി. ഒരു ടവൽ മാത്രമായിരുന്നു അവൻ്റെ വേഷം. അവൻ സ്വബോധം വീണ്ടെടുത്ത് വേഗം മുണ്ടെടുത്ത് ഉടുത്തു. പിന്നെ ഷർട്ടെടുത്ത് ഇട്ടു. നീ ഇനി എന്നാ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നത്? മഹി ചോദിക്കുന്നത് കേട്ട് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഞാൻ വേഗം പോണമെന്നാണോ മഹിയേട്ടൻ പറഞ്ഞു വരുന്നത്? ഞാൻ വന്നത് മഹിയേട്ടന് ഇഷ്ടമായില്ലേ? അവൾ ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. നീ ഇങ്ങനെ ലീവാക്കി വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ, അവൻ പറഞ്ഞു. മഹി മുറിക്ക് പുറത്തേക്ക് പോകാൻ ഭാവിച്ചതും ഗൗരി അവൻ്റെ തോളിൽ പിടിച്ചു. പല്ലവി എങ്ങാനും കയറി വന്നാലോ? അതായിരുന്നു മഹിയുടെ ആധി. അവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. ഗൗരി അവനിലേക്ക് കുറച്ചുകൂടി ചേർന്നു നിന്നു. അല്ലെങ്കിലും എനിക്കറിയാം, കുറച്ചു നാളായി മഹിയേട്ടന് വല്ലാത്ത മാറ്റം. നേരത്തെ എപ്പോഴും വിളിച്ചിരുന്ന മഹിയേട്ടൻ ഇപ്പോൾ എന്നെ വിളിക്കാറേയില്ല. ഇപ്പോഴെന്നോട് പഴയ പോലെ ഇഷ്ടവുമില്ലാതായിട്ടുണ്ട്. അവൾ പറയുന്നതെല്ലാം മൗനമായി മഹി കേട്ടു. മഹി പുറത്തേക്ക് എത്തി നോക്കി. അവൾ വരാൻ വൈകും, അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട്. ഗൗരി അവൻ്റെ മുഖത്ത് വിരലൊടിച്ചു കൊണ്ടിരുന്നു. മഹി അനങ്ങാതിരുന്നു. മഹിയേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഈ അകൽച്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മഹിയേട്ടാ, അവൾ വിതുമ്പി. ഗൗരി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് അവനെ ചുറ്റിപ്പിടിച്ചു. മഹി ഒന്നും മിണ്ടാതെ നിന്നു. അവളെ അകറ്റി നിർത്താൻ തോന്നിയില്ല. ഇന്ന് രാത്രി മഹിയേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എനിക്ക് സംസാരിക്കാനുണ്ട്, ഞാൻ കാത്തിരിക്കും. അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. എന്നിട്ട് അവനെ വിട്ട് പുറത്തിറങ്ങി. പല്ലവി മുറിയിലെത്തുമ്പോൾ മഹി ഉറങ്ങിയിട്ടില്ല. എന്തോ ആലോചിച്ച് ഫോണിൽ നോക്കിയിരിപ്പാണ്. അവൾ കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. മേലു കഴുകി അവൾ വരുമ്പോൾ മഹി കിടന്നിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവളും കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും മഹിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ട് പല്ലവി എഴുന്നേറ്റ് നോക്കി. എന്നാൽ മഹി ഫോൺ ഓഫ് ചെയ്ത് പല്ലവിയുടെ അടുത്തേക്ക് ചേർന്നു കിടന്നു. അവളെ നെഞ്ചിലേക്ക് ചേർത്തു കിടത്തി. ഈ സമയം കയ്യിൽ പിടിച്ച ഫോൺ ഗൗരി ദേഷ്യത്തോടെ ബെഡിലേക്ക് ഇട്ടു. അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. പതിവ് പോലെ അടുക്കളയിലെത്തിയ പല്ലവിക്ക് ആകെയൊരു വല്ലായ്മ. എണീറ്റപ്പോൾ തന്നെ നല്ല തലവേദനയുണ്ടായിരുന്നു അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. ഗ്യാസ് ഓൺ ചെയ്ത് എങ്ങനെയൊക്കെയോ ചായക്കുള്ള വെള്ളം വെച്ചു. അപ്പോഴാണ് മാധവി അടുക്കളയിലെത്തുന്നത്. എന്താ ഇന്ന് ഉണ്ടാക്കുന്നത്? ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിക്കോട്ടെ,
മാധവി ഉത്തരവിട്ടു. പല്ലവിക്ക് ശരിക്കും ദേഷ്യം വന്നു. ശരിക്കൊന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതിരിക്കുന്ന തന്നോടാണ് ഈ പറയുന്നത്. എനിക്ക് വയ്യ, എല്ലാവർക്കും കൂടി വേണമെങ്കിൽ എല്ലാവരും കൂടി വന്ന് സഹായിക്കണം, അവൾ ഉള്ളിലെ പതർച്ച പുറത്തു കാട്ടാതെ പറഞ്ഞു. മാധവി ദേഷ്യം കൊണ്ട് ചുവന്നു പോയി. അവൾക്ക് എത്ര ധിക്കാരമോ! ഗൗരിക്കും ലളിതയ്ക്കും ഇഷ്ടപ്പെടുന്നത് നീ തന്നെ ഉണ്ടാക്കണം. വീണ്ടും മാധവി പറഞ്ഞപ്പോൾ പല്ലവി കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോയി. നേരെ കൃഷ്ണന്റെ അടുത്തെത്തി. അയാൾ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. പല്ലവി തൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ അയാൾ സംശയത്തോടെ അവളെ നോക്കി. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഹിയേട്ടനും കൂടി കേൾക്കണം. അച്ഛൻ ഇവിടെ നിൽക്ക്, ഞാൻ മഹിയേട്ടനെ വിളിച്ചു വരാം. അവൾ മുറിയിലേക്ക് ഓടി. എന്താകും അവൾക്ക് പറയാനുണ്ടാവുക? കൃഷ്ണൻ ഓർത്തു. എന്തായാലും മഹി വരട്ടെ. അയാൾ അവിടെ കസേരയിൽ ഇരുന്നു. പല്ലവി മുറിയിലെത്തി മഹിയോട് അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലേ മഹി വരൂ എന്നവൾക്കറിയാം. എന്താണിത്ര രാവിലെ അച്ഛന്? മഹി അവളെ ഒന്ന് നോക്കി. അതൊന്നും എനിക്കറിയില്ല, അച്ഛൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി. മഹി അവളുടെ കൂടെ കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. എന്താണച്ഛാ പറയാനുള്ളത്? മഹി കൃഷ്ണനരികിലെത്തിയപ്പോൾ ചോദിച്ചു. എനിക്കല്ല, പല്ലവിക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. നിന്നെ വിളിക്കാൻ വേണ്ടിയാ അവൾ വന്നത്. അത് കേട്ടതും മഹി പല്ലവിയെ തറച്ചു നോക്കി. എന്താ മോളെ നിനക്ക് പറയാനുള്ളത്? ഇന്നു നിനക്ക് ക്ലാസ്സിന് പോകണ്ടേ? അയാൾ അവളോട് ചോദിച്ചു. അവൾ കിച്ചണിലുണ്ടായ കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. അപ്പോഴേക്കും മാധവിയും അങ്ങോട്ടേക്കെത്തി. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട അച്ഛാ, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നല്ല തലവേദന. അതിനിടയ്ക്കാണ് അമ്മ വന്ന് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് വയ്യ, വേണ്ടവർ ഉണ്ടാക്കി കഴിക്കട്ടെ, അതേ എനിക്ക് പറയാനുള്ളൂ. അവൾ പറഞ്ഞതും മാധവി മിഴിച്ചു നിന്നുപോയി. അവൾ അങ്ങനെ അവിടെ വന്ന് പറയുമെന്നവർ കരുതിയിരുന്നില്ല. മാധവി മഹിയെ നോക്കി. അവനൊന്നും പറയാതെ നിൽക്കുന്നത് കൂടി കണ്ടപ്പോൾ അവർക്ക് കലിയായി. നീ തൽക്കാലം അടുക്കളയിൽ കയറേണ്ട, അവർക്ക് വേണ്ടത് അവർ ഉണ്ടാക്കി കഴിച്ചോളും, കൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കാം അച്ഛാ, പക്ഷേ ആർക്കെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? ആളുകൾ കൂടുതലുള്ളപ്പോഴെങ്കിലും സഹായിക്കാൻ മനസ്സ് കാണിക്കണ്ടേ? എനിക്ക് നിൽക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്, അവൾ വിവരിച്ചു. നിനക്കൊന്നും പറയാനില്ലേടാ? കൃഷ്ണൻ മഹിയെ നോക്കി. അവൾ പറയുന്നത് ശരിയല്ലേ അമ്മേ? നിങ്ങൾക്കാർക്കെങ്കിലും ഒന്ന് സഹായിച്ചുകൂടെ? മഹി അങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയത് പല്ലവിയാണ്. അങ്ങനെ അവൻ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുമെന്നവൾ കരുതിയിരുന്നില്ല. അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അതെല്ലാം കേട്ടുകൊണ്ടുവന്ന ഗൗരിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി. തന്നെ കൂടി ഉൾക്കൊള്ളിച്ചാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. മഹിയേട്ടൻ അവളുടെ ഭാഗം പറഞ്ഞിരിക്കുന്നു. അവൾക്ക് ആകെ അപമാനിതയായതുപോലെ തോന്നി. ഇവിടുത്തെ പണികൾ പിന്നെ നീയല്ലാതെ ആരാ ചെയ്യുക? അതിന് തന്നെയാണ് എൻ്റെ മകൻ വിവാഹം കഴിച്ചത്. മാധവി നിന്ന് കത്തി. കൃഷ്ണൻ അതുകൊണ്ട് ദേഷ്യം വന്നു. വിവാഹം കഴിച്ചു വരുന്ന മരുമകൾ ആ വീട്ടിലെ ജോലിക്കാരിയല്ല. അവരെ അങ്ങനെ ആക്കരുത്. അവരെ മരുമകളായി അല്ല, മകളായി കാണുകയാണ് വേണ്ടത്. കൃഷ്ണൻ മാധവിയുടെ നേർക്ക് തിരിഞ്ഞു. നീ പോയി ക്ലാസ്സിൽ പോകാൻ നോക്കുമോളെ, പല്ലവിയോടായി കൃഷ്ണൻ പറഞ്ഞപ്പോൾ മഹിയെ ഒന്ന് നോക്കി അവൾ കിച്ചണിലെത്തി. പുട്ടും കടലക്കറിയും ഉണ്ടാക്കി വെച്ചു. വേണ്ടവർ അത് കഴിച്ചോട്ടെ, അവൾ മനസ്സിൽ വിചാരിച്ചു. മാധവി അടുക്കളയിലെത്തി. പല്ലവി ഉണ്ടാക്കി വെച്ചിരുന്ന ചായ എടുത്ത് ദേഷ്യത്തിൽ മാറ്റിവെച്ചു. എന്നിട്ട് അവർ വേറെ ചായ ഉണ്ടാക്കി ഗ്ലാസ്സിലേക്ക് പകർന്നു. മാധവി ചായയുമായി വരുമ്പോൾ ഗൗരി ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അവർ ചായ ഗൗരിക്ക് നേരെ നീട്ടി. ഇതാ മോളെ, ചായ കുടിക്ക്, മാധവി പറഞ്ഞു. അമ്മായി, ഞാൻ ഇന്ന് തിരിച്ചു പോവുകയാണ്, ചായ വാങ്ങുന്നതിനിടയിൽ അവൾ പറഞ്ഞു. അത് കേട്ടതും മാധവിക്ക് വിഷമമായി. അയ്യോ മോളെ, ഇത്ര പെട്ടെന്നോ? വേണ്ട, കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതി. ഇവിടെ ഉണ്ടായതെല്ലാം മനസ്സിൽ വെച്ചേക്കരുത്. അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്, മാധവി പറഞ്ഞപ്പോൾ ഗൗരിക്ക് പല്ലവിയോടുള്ള പക ഉള്ളിൽ പതഞ്ഞു പൊങ്ങി. അമ്മായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം പോകുന്നില്ല, പക്ഷേ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അപ്പോൾ ഞാനിറങ്ങും, അവൾ പറഞ്ഞു. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ മാധവിയുടെ മനസ്സിൽ നിറയെ എങ്ങനെ പല്ലവിയെ ഇവിടെ നിന്നും പുറത്താക്കാമെന്നതായിരുന്നു. ഗൗരി പറഞ്ഞ അവളുടെ ബാങ്ക് ബാലൻസും സ്വർണത്തിൻ്റെ കണക്കുമെല്ലാം മാധവിയുടെ മനസ്സിൽ ഉയർന്നു വന്നു. മഹി പോകാനായി ഇറങ്ങുകയാണ്. ഗൗരി ഹാളിൽ തന്നെ ഫോണിലേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ട്. മഹി ഗീതുവിനെ കാത്തു നിന്നു. ഏട്ടത്തി, ഞാൻ പോണു,
ഗീതു പതിവ് പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞതും മഹി അടുക്കള ഭാഗത്തേക്ക് നോക്കി. പല്ലവി ഹാളിലെത്തിയപ്പോൾ മഹി തന്നെ നോക്കുന്നു. അവൾ അതിശയപ്പെട്ടു. മഹിയെ ഒന്ന് നോക്കിയപ്പോൾ അവൻ ചെറിയൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. ഈശ്വരാ, ഞാനിത് എന്താണ് ഈ കാണുന്നത്? സത്യമാണോ ഇതെല്ലാം? പല്ലവി മഹിയെ തന്നെ നോക്കി നിന്നുപോയി. എന്നാൽ മഹിയെയും പല്ലവിയെയും ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഗൗരിയുടെ ഉള്ളിൽ പകയുടെ നെരിപ്പോടുയർന്നു. എങ്ങനെയെങ്കിലും മഹിയുമായി പഴയതുപോലെ അടുക്കണം, ഗൗരി ഉറപ്പിച്ചു. അവൾക്ക് പല്ലവിയോട് അടങ്ങാത്ത ദേഷ്യമായി.